ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇച്ചിരി വലിയൊരു സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസമായി. അപ്പോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഒരു സൈക്കിളാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിള് പാർട്സ് ആയിട്ടാണ് വരികയെന്ന്. പക്ഷേ വന്നത് അങ്ങനെയല്ല. ഓൾമോസ്റ്റ് അസംബിൾഡ് ആയിട്ടൊരു ഫുൾ സൈക്കിളായിട്ട് തന്നെയാണ് വന്നത്. അപ്പം നമുക്കത് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഇതേ ഞങ്ങൾ പാക്കേജ് കഴിച്ച് നല്ല കുട്ടപ്പനാക്കി പുറത്തെടുക്കുന്ന പുതിയ രീതിനെ. അപ്പോൾ സംഭവം ഓൾമോസ്റ്റ് 95% അസംബിൾഡ് ആയിട്ട് വന്നിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയാണ് വരുന്നത്. ആകെ കൂടെ ഹാൻഡിലൊന്നും നേരെയാക്കാണ്ട് ഇത് പെടലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് പൊട്ടിച്ചത് ഫിക്സ് ചെയ്യണം. ബാക്കിയൊക്കെ ഒരുവിധം ഫിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് തന്ന ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം എന്തൊക്കെയുണ്ട്, ഫുൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്, സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. റാഡിയാക് ബൈക്സിൻ്റെ ആണ് ഈ സൈക്കിള്. ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 days പിടിച്ചു എത്താൻ, ഏകദേശം 10 days പിടിച്ചു എത്താൻ. ഇതെങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. പെഡല് 2 എണ്ണം, 2 പെഡല് വരുന്നുണ്ട്. അതിൻ്റെ വേറൊരു പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ ആ സൈക്കിള് ഞങ്ങൾ ഫുള്ള് ചെയ്തു, പെഡലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. പിന്നെ എയറൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. കാരണം അതിങ്ങനെ നമുക്ക് പൊന്നിച്ച് നോക്കിയാൽ ഇങ്ങനെ തിരിച്ചു നോക്കി അറിയാം വല്ല പ്രശ്നമുണ്ടോ, അത് ഒരയുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ മാക്സിമം അത് നമ്മൾ ചെയ്യണേക്കാളും എപ്പോഴും നല്ലതൊരു സൈക്കിൾ മെക്കാനിക്കലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ടൈറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളപ്പോൾ നാളെ അത് കൊണ്ടുപോയി ഞങ്ങളത് ശരിയാക്കാനുള്ള പ്ലാനാണ്. അപ്പം എപ്പോഴും അതായിരിക്കും നല്ലത്. നമ്മൾ ചെയ്യണേക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഹാൻഡിൽ സ്ട്രെയിറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആക്കി. സീറ്റ് കുറച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഒത്തിരി വലിയ സൈക്കിളാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എയർ അടിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റാഡിയാക്കിൻ്റെ 7 speed സൈക്കിളാണ്. 29 inches ആണ്. ആക്ച്വലി നമുക്ക് 29 inchസിൻ്റെ ആവശ്യമില്ല, 27ൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ 29 എടുത്തതാണ്. ഇച്ചിരി വലിപ്പുണ്ടാകും, അത് സുഖമായിട്ട് ചവിട്ടാൻ പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ ഇതിൻ്റെ ഗിയർ വന്നിട്ട് ഷിമാനോൻ്റെ ആണ്. ടയറിനൊക്കെ അല്പമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിനെ കുറിച്ച് പറയുന്ന ഞങ്ങള് പക്ഷെ കണ്ടത് ഇവിടെയൊക്കെ റെഡ് ആയിരുന്നു, ഈ വൈറ്റിന്റെ സ്ഥാനത്തൊക്കെ റെഡ് ആയിരുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത്. പക്ഷെ കിട്ടിയപ്പോ വൈറ്റ് ആയിപ്പോ. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്, കാണാൻ അടിപൊളിയാണ്. പിന്നെ ഞങ്ങള് 29 എടുക്കാൻ വേറൊരു കാരണം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഓഫർ നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഇപ്പൊ അവൈലബിൾ ആയിരുന്നത് 29 ആയിരുന്നു. അപ്പൊ ഞങ്ങള് പക്ഷെ ഇത് ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഞങ്ങൾ ഒരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഞങ്ങൾ 29ഉം 27.5ന്റെ ഇത് ചവിട്ടി നോക്കിയായിരുന്നു, സൈക്കിള് ചവിട്ടി നോക്കിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അപ്പോഴേ അറിയായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുറച്ച് നാൾ പിടിച്ചു കിട്ടാൻ. അപ്പൊ എന്തായാലും ഹാപ്പി. ഇനി ഇതൊന്ന് ചവിട്ടി നോക്കണം, പുറത്തിറക്കിയൊന്ന് ചവിട്ടി നോക്കാം. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത് ഭയങ്കര വമ്പൻ സാധനമാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടിയല്ല, അത്യാവശ്യം വലിയ സൈക്കിൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വേണമേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും